ഹലോ ഫ്രണ്ട്സ്, യുകെയിലേക്ക് എത്തുന്ന വിദേശ വിദ്യാർത്ഥികളിലെ ഒരു ബാച്ച് മാത്രം ഏകദേശം 40 ബില്യൺ പൗണ്ടോളമാണ് യുകെയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലേക്ക് വന്നത്. ആദ്യം വന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാമായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം സ്റ്റഡി ബാക്ക്, ആ സമയത്ത് ഇഷ്ടം പോലെ ജോലി ചെയ്യാമായിരുന്നു. മാത്രവുമല്ല, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും കഥകളൊക്കെ മാറി. ഇപ്പൊ ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ, അതായത് സ്റ്റുഡന്റ് വിസയിൽ യുകെയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് മാറിയിരിക്കുന്നു. ഗവൺമെന്റ് ഓരോ ദിവസവും ഓരോ പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് അവരുടെ നോട്ടത്തിൽ എങ്ങനെയെങ്കിലും നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ പഠനശേഷം നൽകുന്ന 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി, അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൂടി നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോഴേ പുറത്തു വരുന്നത്. അതായത് യുകെയിൽ എത്തി പഠിച്ചതിന് ശേഷം ഇവിടെ 2 വർഷം യഥേഷ്ടം ജീവിക്കുന്നതാണ്. അവർക്ക് ജോലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം. അങ്ങനെ തുടർന്നിരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഇനി ഇപ്പോഴ് അവർക്കൊരു ഗ്രാജുവേറ്റ് ലെവലിൽ ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 2 വർഷം നിൽക്കാനുള്ള അവകാശം കൂടി ഇല്ലാതാക്കാനായിട്ട് ഗവൺമെന്റ് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴേ പുറത്തു വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ അകലാപ്പൊന്നുമില്ല. കാരണം വലിയ രീതിയിലൊന്നും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് യുകെയിലേക്ക് വരുന്നില്ല. അതായത് നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ യുകെയിൽ വരുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോഴേ ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വിസ, അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൂടി നിർത്തലാക്കിയാൽ യുകെയിലേക്ക് പഠിക്കാനായി വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ പഠിക്കുക എന്ന മാത്രം ലക്ഷ്യത്തോടു കൂടി മാത്രമേ യുകെയിലേക്ക് വരാവൂ. അതായത് ഒരു പഠനശേഷം അവർക്കൊരു ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കിയേക്കണം എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ്, യൂണിവേഴ്സിറ്റികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 4 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു യുകെയിലെ യൂണിവേഴ്സിറ്റികൾ കിടന്നത് MD ആയിട്ട്, അതേ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലെ NHS ഹോസ്പിറ്റലുകൾ ധാരാളം ആൾക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പല ദിവസങ്ങളായിട്ട് പുറത്ത് വരുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കേട്ടത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഏകദേശം 500 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ബ്രിസ്റ്റളിലും അതുപോലെ തന്നെ ഗ്ലോസ്റ്ററിലും ഒക്കെ പല സീനിയർ കെയർമാർക്ക് വിസ പുതുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വിസ കിട്ടിയില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. ഇപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലുള്ള മിക്കവാറുമുള്ള എല്ലാ ഹോസ്പിറ്റലുകളും NHS ഹോസ്പിറ്റലുകളും ഈ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന്റെ പാതയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതേപോലെയുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴും പുറത്തു വന്നത്. അവസാനമായിട്ട് വന്നേക്കുന്ന ഹാംഷറിലെയും അതുപോലെ തന്നെ ഐസൽ ഓഫ് വൈറ്റിലെയും ട്രസ്റ്റുകളിൽ നിന്ന് ഏകദേശം 800ഓളം ഇതേപോലെയുള്ള ടെക്നീഷ്യൻസുമാരെയും അതുപോലെ തന്നെ അഡ്മിൻ, വാർഡ് ക്ലർക്സ്, അതുപോലെയുള്ള ഫിനാൻഷ്യൽ, കമ്മ്യൂണിക്കേഷൻസ്, ഇതുപോലെയുള്ള ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫിനെ എടുത്തു വച്ചിട്ടുള്ള ഇതേപോലെയുള്ള ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ അവർ പുറത്താക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് എന്തായാലും സത്യമാകാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ. കാരണം NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ഇതുപോലെ ഈ ഒരു ക്ലറിക്കൽ ജോബ്സിനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസിനും ഫിനാൻസിലും മറ്റ് ടെക്നീഷ്യൻസുമാരെയൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ധാരാളം വാർഡ് ക്ലർക്കുമാരൊക്കെയാണ് ഇപ്പോൾ ഓരോ വാർഡുകളിലും ഉള്ളത്. അതേപോലെ തന്നെ ഫിനാൻസിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ധാരാളം അപ്പോയിന്റ്മെന്റുകൾ നടത്തി ലക്ഷക്കണക്കിന് പൗണ്ടാണ് അതിനു വേണ്ടി ഇപ്പോഴ് യുകെയിലെ ഓരോ NHS ഹോസ്പിറ്റലുകളും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വന്നിരിക്കുന്ന ആ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോർട്സ്മൗത്ത് ഹോസ്പിറ്റലിന് ഏകദേശം ഒരു 549 സ്റ്റാഫിനെയും അതേപോലെ തന്നെ ഐസൽ ഓഫ് വൈറ്റിൽ നിന്ന്
ഏകദേശം ഒരു 249 സ്റ്റാഫിനെയും കൂടി അവർ പുറത്താക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നു. NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന സീനിയർ കെയർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ സാലറി വേണമെന്നുള്ള ഒരു നിയമം ഏപ്രിൽ 9 മുതൽ നിലവിൽ വന്നതിന് ശേഷം ആരുടെയെങ്കിലുമൊക്കെ വിസകൾ ഇപ്പോഴും പുതുക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും NHS ഇംഗ്ലണ്ടിലെ സാലറി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട്. കാരണം ഒരു 25,000 പൗണ്ടിലേക്ക് വരും ഉടൻ തന്നെ. പക്ഷേങ്കിൽ ഇത് ഇപ്പോഴേ 25,000 പൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് റീസെൻ്റ്ലി ആരെങ്കിലും ഒക്കെ വിസ പുതുക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഈ ഒരു സെയിം ടൈമിൽ തന്നെ സ്കോട്ട്ലൻഡ് NHS അവിടുത്തെ NHS സ്റ്റാഫിന് ഏകദേശം ഒരു 8% ഇൻക്രിമെന്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരു സീനിയർ കെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി 25,000 പൗണ്ടോളം സാലറി ഉള്ളതുകൊണ്ട് അവർക്ക് വലുതായിട്ട് ബുദ്ധിമുട്ടുള്ളത് യാതൊരു കാര്യമല്ല. NHS ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഈ ഒരു സീനിയർ കെയർ അസിസ്റ്റൻസിനുമൊക്കെയാണ് അവർക്ക് ഇപ്പോഴും വിസ പുതുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമ്മളുടെ മലയാളം ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ള വിസകളിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന. അവരെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോർട്സ്മൗത്ത് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 26 മില്യൺ പൗണ്ട് കൂടിയാണ് ഈ ഹെൽത്ത് കെയർ അതിനായിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3 മില്യൺ അപ്പോയിന്റ്മെന്റുകൾ അവർ കൂടുതൽ നടത്താനായിട്ട് ഇപ്പോഴവർക്ക് കഴിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു 2,19,000 അവരുടെ അപ്പോയിന്റ്മെന്റുകളാക്കി കുറച്ചു കൊണ്ടുവരാനും അവർ ഈ ഒരു കാര്യത്തിൽ കൂടി അവർ സാധിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ധാരാളം ഹോസ്പിറ്റലുകൾ ഇപ്പോഴ് അവരുടെ ഇതേപോലെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ പുറത്താക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോഴും നമ്മൾ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ അവരുടെ നേഴ്സസിനെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമുള്ള അതേപോലെയുള്ള മറ്റുള്ള സ്റ്റാഫിനെയോ ഒന്നും തന്നെ അവർ പുറത്താക്കത്തില്ല. മാത്രവുമല്ല ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റലുകളും ഇപ്പോഴ് അവരുടെ വിസയൊക്കെ റിന്യൂ ചെയ്യാനായിട്ട് പോകുന്നവരെ അവർ വലിയ രീതിയിൽ അവർ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ബ്രിസ്റ്റൽ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്ലൂസ്റ്റർ ഹോസ്പിറ്റലുമൊക്കെയാണ് 1-2 ഇൻസിഡൻറ്റുകൾ ഇപ്പോഴും നമ്മൾ ലാസ്റ്റായിട്ട് കേട്ടത്. അപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു ലേബർ സർക്കാരിൻ്റെ ആ ഒരു കാര്യത്തിന് ഇപ്പം വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതേപോലെയുള്ള ധാരാളം സ്റ്റാഫിന് ഏകദേശം 25,000-30,000 സ്റ്റാഫോളമായിരിക്കും ഈ ഒരു അടുത്ത സമയങ്ങളിലായിട്ട് പുറത്തു പോകാനായിട്ട് ഇപ്പോഴേ പോകുന്നത്. എന്തായാലും ആ ഒരു നടപടി ഗവൺമെൻറ് നല്ല രീതിയിൽ ഇപ്പോഴേ കൈകാര്യം ചെയ്തു വരുന്നു. ധാരാളം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതേസമയം തന്നെ UK സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവരുടെ ഗ്രാജുവേറ്റ് വിസ ഈ ഒരു 2 വർഷത്തെ സ്റ്റഡി ബാക്കൊക്കെ നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു അപ്ഡേഷനിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.